ബ്രൂവറിയിൽ അഴിമതി ആരോപണം നിയമസഭയിൽ എഴുതി ഉന്നയിച്ച് ചെന്നിത്തല. ഒയാസിസിന് അനുമതി നൽകിയത് മുഖ്യമന്ത്രിക്ക് ഏറ്റവും താൽപര്യമുള്ള കമ്പനി ആയതുകൊണ്ടാണെന്ന് രമേശ് ആരോപിച്ചു. അഴിമതിയുടെ കാര്യത്തിൽ മന്ത്രി എം പി രാജേഷിന്റെ നിശ്ചയദാർഢ്യത്തിന് അഭിനന്ദനമെന്നാണ് രമേശിന്റെ പരിഹാസം. സർ, ആർക്ക് വേണ്ടിയാണ് സാർ ഇത്? ക്യാബിനറ്റ് എടുത്ത തീരുമാനം ആർക്ക് വേണ്ടി? പ്ലാച്ചിമടയിൽ കൊക്കക്കോള കമ്പനിയെ പൂട്ടാൻ വേണ്ടി സമരം നടത്തിയ ഇടതുപക്ഷക്കാർ മറുപടി പറയണം. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനില്ലാതെ പുതുശ്ശേരിയിലും അതോടൊപ്പം തന്നെ എലപ്പുള്ളിയിലും ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ പ്രതിദിനം 5 ലക്ഷം ലിറ്റർ വെള്ളം വേണ്ടി വരുന്ന ഈ പദ്ധതി ആരംഭിക്കാൻ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് വരുന്നു? കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സൈഫ്. രമേശ് ചെന്നിത്തല നിയമസഭയിൽ എഴുതി ഉന്നയിക്കുന്ന ആരോപണത്തിന്റെ ഉള്ളടക്കം എന്താണ്? പാലക്കാട് കഞ്ചിക്കോട് എലപ്പുള്ളിയിൽ ബ്രൂവറി അനുവദിച്ചതിൽ വൻ അഴിമതിയുണ്ട് എന്ന ആരോപണം പ്രതിപക്ഷം നേരത്തെ തന്നെ ഉന്നയിച്ചതാണ്. കഴിഞ്ഞ ദിവസം നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച നടക്കുന്നതിനിടയിൽ തന്നെ ഈ വിഷയം പ്രതിപക്ഷാംഗങ്ങൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇന്നലെ മന്ത്രി എം പി രാജേഷ് ചില ചോദ്യങ്ങൾ പ്രതിപക്ഷത്തിന് മുന്നിലേക്ക് വെച്ചു. എന്തുകൊണ്ടാണ് അടിയന്തര പ്രമേയമായും സബ്മിഷനായും ശ്രദ്ധ ക്ഷണിക്കലായും വിഷയം നിങ്ങൾ ഉന്നയിക്കാതിരിക്കുന്നത്? നിങ്ങൾ ഭീരുത്വം കൊണ്ടാണ് അത് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന് മുന്നിലേക്ക് എം പി രാജേഷ് പറഞ്ഞത്. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അഴിമതി ആരോപണം അത് രേഖാമൂലം തന്നെ സഭയിൽ ഉന്നയിക്കാൻ വേണ്ടിയുള്ള തീരുമാനം പ്രതിപക്ഷം എടുത്തത്. ഇന്ന് ചട്ടം 285 പ്രകാരം രമേശ് ചെന്നിത്തല സ്പീക്കർക്ക് രാവിലെ തന്നെ എഴുതി നൽകിയാണ് ഈ അഴിമതി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അവിടെ എലപ്പുള്ളി പഞ്ചായത്തിന് അനുമതിയില്ല, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പഠനം നടത്തിയിട്ടില്ല, പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ വാട്ടർ അതോറിറ്റിയെ തെറ്റിദ്ധരിപ്പിച്ച് ആണ് വെള്ളത്തിനുള്ള അനുമതി ഇവർ ഈ കമ്പനി നേടിയെടുത്തത്. ഈ കമ്പനിയെ മാത്രം എങ്ങനെ തിരഞ്ഞെടുത്തു? എന്തുകൊണ്ട് ടെൻഡർ വിളിച്ചില്ല? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ രമേശ് ചെന്നിത്തല സഭയ്ക്കുള്ളിൽ തന്നെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് പുറത്ത് വാർത്താ സമ്മേളനവും നടത്തി. ഈ തീരുമാനത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോകണം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സമാനമായ രീതിയിൽ ബ്രൂവറി അനുവദിച്ചത് ചോദ്യം ചെയ്തുകൊണ്ട് താൻ കോടതിയെ സമീപിച്ചിരുന്നു. ആ കേസ് ഇപ്പോഴും ഹൈക്കോടതിയിൽ നിലനിൽക്കുകയാണ്. ഇത് CPM-ന്റെ കറവ പശുവാണ് എക്സൈസ് വകുപ്പ് എന്നുള്ളത്. CPM-ന് പണം കിട്ടാൻ വേണ്ടിയാണ് ബ്രൂവറി അനുവദിച്ചത് എന്നുള്ള ആരോപണം കൂടി രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പിന്നീട് ഇവിടെ പത്രസമ്മേളനം നടത്തുമ്പോൾ പുതിയൊരു ആരോപണം കൂടി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. തെലങ്കാന സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ഈ കരാറ് നൽകിയത് എന്നുള്ള ആരോപണം അദ്ദേഹം മുന്നോട്ട് വെച്ചു. പക്ഷേ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരോപണം എന്ന കാര്യത്തിൽ വിശദാംശങ്ങളിലേക്ക് രമേശ് ചെന്നിത്തല പോയിട്ടില്ല. പിന്നീട് അതിലേക്ക് വരാം എന്നുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയത്. മന്ത്രി എം പി രാജേഷ് പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഈ വിഷയത്തിൽ ഇന്ന് സഭയിൽ മറുപടി നൽകിയിട്ടില്ല. നാളെ ഒരുപക്ഷെ സഭയിലെത്തി രമേശ് ചെന്നിത്തല ഉന്നയിച്ച അഴിമതി ആരോപണത്തിന് അദ്ദേഹം മറുപടി നൽകിയേക്കും. നിഷാദ്, രമേശ് ചെന്നിത്തല ഉന്നയിച്ച അഴിമതി ആരോപണത്തിന് എം പി രാജേഷ് നാളെ മറുപടി നൽകിയേക്കും. എന്തുകൊണ്ട് അഴിമതി ആരോപണം നിയമസഭയ്ക്കകത്ത് ഉന്നയിക്കുന്നില്ല എന്ന ചോദ്യം ഇന്നലെ എം പി രാജേഷ് ചോദിച്ചിരുന്നു. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല അത് ഉന്നയിച്ചിരിക്കുകയാണ്. നാളെ എന്തായിരിക്കും മറുപടി എന്ന് നോക്കണം.